ഹായ് ഫ്രണ്ട്സ്, പ്രവാസി പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഈ ഒരു പ്രവാസി വെൽഫെയർ കാർഡിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പർ ഉണ്ടാവും. ആ ഒരു നമ്പർ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് OTP ഇട്ടുകൊണ്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള മെയിൽ ID ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ലിങ്ക് അയച്ചിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എൻ്റർ ആവാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് രീതിയാണ് നിലവിലുള്ളത്. ഇനി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലില്ല, അതുപോലെ തന്നെ ഏത് ഇമെയിൽ ID ആണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നറിയില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഈ ഒരു മെമ്പർഷിപ്പ് നമ്പറും കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വെൽഫെയർ ബോർഡിൻ്റെ വാട്സപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഇമെയിൽ IDയിലേക്കോ നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു മെയിൽ അയക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പുതിയ നമ്പറിലേക്ക് മാറ്റിത്തരുന്നതാണ്. നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പറും അല്ലെങ്കിൽ പുതിയ മെയിൽ IDയും അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് അപ്ഡേറ്റ് ചെയ്തിട്ട് തരുന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട് അറിയാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇമെയിൽ ID നിങ്ങളുടെ കയ്യിലുണ്ട് അറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇത് പാസ്വേഡ് റീസെറ്റ് ചെയ്തുകൊണ്ട് വെബ്സൈറ്റിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളൊരു പ്രവാസി ക്ഷേമനിധി പെൻഷനിൽ അംഗമായ ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെബ്സൈറ്റിലെ യൂസർ നെയിം പാസ്വേഡ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ മൊബൈൽ നമ്പറും ഇമെയിൽ IDയും നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് OTP വരുത്തിക്കൊണ്ട് നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വെബ്സൈറ്റിലേക്ക് എൻ്റർ ആകുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ പ്രവാസി വെൽഫെയറിൻ്റെ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് മൊബൈൽ നമ്പറും ഇമെയിൽ IDയും അറിയാമെങ്കിൽ നമുക്ക് തന്നെ റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. അതിനായി ഞാനിവിടെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ പല ആളുകളും മന്ത്ലി പൈസ അടക്കുന്നത് ഈ ഒരു വെബ്സൈറ്റ് മുഖാന്തരം തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾ ക്വിക്ക് പേയ്മെൻറ്റ് വഴിയായിരിക്കും മിക്കവാറും ക്യാഷ് അടക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും റീസെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ കാണിക്കുന്ന ഈ ഒരു ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ എന്ന ഓപ്ഷനിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ യൂസർ നെയിമും പാസ്വേഡ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ വെച്ചിട്ടാണെങ്കിൽ മൊബൈൽ നമ്പർ യൂസർ നെയിമും പിന്നെ നിങ്ങളുടെ പാസ്വേഡും ഈ ഒരു ക്യാപ്ചയും അടിച്ചു കൊടുത്താൽ ഇവിടെ ഓപ്പൺ ആകും. അതുപോലെ നിങ്ങൾ ഇമെയിൽ ID വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ലോഗിൻ യൂസിങ് ഇമെയിൽ ID എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. ശേഷം ഇവിടെ ഇമെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, നിങ്ങളുടെ ക്യാപ്ചയും കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ കയ്യിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ഒക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ താഴെയുള്ള ഈ ഒരു ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു വിൻഡോയിലേക്കാണ് നിങ്ങൾ പോവുക. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. ഈ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച അടിച്ചു കൊടുക്കുക. ക്യാപ്ച നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റീഫ്രഷ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ക്യാപ്ച വരും. അപ്പോൾ ആ ക്യാപ്ച അതേപോലെ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശേഷം വെരിഫൈ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു OTP ഇവിടുന്ന് എന്ത് ചെയ്യാം, കോപ്പി എടുക്കുക. അല്ലെങ്കിൽ വേറെ മൊബൈലാണെങ്കിൽ ആ മൊബൈൽ നമ്പറിൽ നോക്കിയിട്ട് ആ ഒരു ഇതിവിടെ കോപ്പി എടുത്തതിന് ശേഷം അല്ലെങ്കിൽ അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ പുതിയ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആ പുതിയ പാസ്വേഡ് ഒന്നുകൂടി കൺഫേം കൊടുത്തിട്ട് ഇവിടെ റീസെറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റായി. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റിൽ നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറും അതുപോലെ ഈ ഒരു റീസെറ്റ് ചെയ്ത പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അറിയാം, നിങ്ങളുടെ മൊബൈൽ നമ്പർ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് ഓപ്ഷന്. ഇനി നിങ്ങൾ മൊബൈൽ നമ്പറിന് പകരം ഇമെയിൽ ID ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ രജിസ്റ്റർ യൂസിങ് ഇമെയിൽ ID എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ അടിച്ചു കൊടുക്കുക. ഇമെയിൽ ID അടിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മൊബൈൽ നമ്പർ ആണെങ്കിൽ നമുക്കൊരു OTP ആണ് വരിക. പക്ഷേ നിങ്ങൾ ഇമെയിൽ ID ആണ് അടിച്ചു കൊടുത്തതെങ്കിൽ ഈ രജിസ്റ്റർ ചെയ്ത നിങ്ങൾ കൊടുത്ത മെയിലിലേക്ക് ഒരു ലിങ്കാണ് വരിക. ആ ലിങ്കിൽ കയറിയിട്ട് നമുക്ക് ഇതേപോലെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കുക. ശേഷം നമ്മളുടെ മെയിലിലേക്ക് വന്നിട്ടുള്ള ആ ഒരു നമ്മുടെ മൊബൈലിലേക്ക് ഇത്തരത്തിലാണ് ആ ഒരു മെയിൽ വന്നിട്ടുണ്ടാവുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കാണിച്ച പോലെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു അനുയോജ്യമായിട്ടുള്ളൊരു പാസ്വേഡ് ഇവിടെ കൊടുക്കുക, അത് റീസെറ്റ് ചെയ്യുക. റീസെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ മെയിൻ പേജിൽ തന്നെ വരിക. റീസെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു പേജിലേക്ക് തന്നെ തിരിച്ച് വരിക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ പുതിയ പാസ്വേഡും ക്യാപ്ചയും അടിച്ചിട്ട് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ആവും. ഇങ്ങനെ
നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ കാണിക്കും. അപ്പോൾ പല ആളുകൾക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഒഴിവാക്കാനായിട്ട് യാതൊരു മാർഗ്ഗവുമില്ല. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനിലേക്ക് പോകാൻ യാതൊരു എന്താ പറയുക നിവൃത്തിയില്ല എന്ന് ഒരുപാട് പേര് നേരത്തെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇത് പോകാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ നിങ്ങളുടെ ബ്രൗസർ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ അടിച്ചാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രൗസർ നിങ്ങൾ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് ഓക്കെ അടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ചില ബ്രൗസറുകളിൽ മുകളിൽ 3 ഡോട്ട് ആയിരിക്കും ഉണ്ടാവുക ഈ മുകൾ ഭാഗത്ത്. പക്ഷേ ഈ ഒരു ബ്രൗസർ സാംസങ് ഇൻ്റർനെറ്റ് ബ്രൗസർ ആയതുകൊണ്ട് ഇവിടെ ഇത്തരത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഉണ്ടോ ഇവിടെ സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു മെസ്സേജ് ഇവിടുന്ന് ഓക്കെ അടിച്ച് കളയാനായിട്ട് സാധിക്കും. ഇവിടുന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് പോകും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ പ്രവാസി വെൽഫെയർ പെൻഷൻ്റെ യൂസർ നെയിം പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നോർക്ക ID പ്രവാസി വെൽഫെയർ പെൻഷനിലേക്ക് അംഗത്തെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക.